അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ UK ഈ ഒരു വിമതർ ഗ്രൂപ്പ് സിറിയയിലുള്ള ഇപ്പം അസാദിനെ പുറത്താക്കിയിട്ട് അവിടുത്തെ റൂളിംഗ് പാർട്ടിയായിട്ട് മാറിയിരിക്കുന്ന ഈ വിമതരുടെ ഗ്രൂപ്പിനെ തീവ്രവാദ പട്ടികയിൽ നിന്നും ഒഴിവാക്കാമെന്ന് UK തീരുമാനമെടുത്തിരിക്കുകയാണ്. ഈ ഒരു വിമതരുടെ ഗ്രൂപ്പ് അവിടെ എന്താണ് നയങ്ങൾ അവരുടെ ഭരണത്തിന്റെ ഭാഗമായിട്ട് എന്താണ് നടപടിക്രമങ്ങൾ എന്നുള്ള രീതിയിൽ ആദ്യ സൂചനയായിട്ട് തന്നെ അവരൊരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് പെണ്ണുങ്ങൾക്ക് പ്രത്യേക, അതായത് ഈ പറഞ്ഞ പോലെ ഈ തട്ടം, അബായ, പർദ ഇങ്ങനെയൊന്നും നിർബന്ധമല്ല. അവരവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം അവർക്ക് ധരിക്കാം. അതാണ് ഈ ആദ്യമായിട്ട് അവർ പറഞ്ഞിരിക്കുന്ന നിയമം. പിന്നെ ഇസ്രായേലിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ട് ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ട്രയലാണ്. നെതന്യാഹുവിന് മേലൊരു ക്രിമിനൽ കേസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ക്രിമിനൽ കേസിന്റെ ട്രയലുമായിട്ട് ബന്ധപ്പെട്ട് കുറെ നാൾ കൊണ്ട് ഇതിങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യം ക്രിട്ടിക്കലായിട്ട് യുദ്ധമുഖത്ത് നിൽക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ ഒരു അൺസർട്ടനിറ്റി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് നീക്കി വെച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതൊക്കെ ഇപ്പൊ ഏതാണ്ട് അവസാനത്തെ ഒരു ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇപ്പോഴും അത് എക്സ്റ്റൻഷന് വേണ്ടി റിക്വസ്റ്റ് ചെയ്തു. ഏതാണ്ട് ഇന്നലെ വരെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ലാസ്റ്റ് ഫേസിൽ കോടതി അത് റിജക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിനെ ചൊല്ലി അവിടുത്തെ ഫിനാൻസ് മിനിസ്റ്റർ അതിനെ കണ്ടംപ്റ്റ് ചെയ്തിട്ടുണ്ട് ആ കോർട്ടിന്റെ നടപടിക്രമങ്ങളെ. കാരണം ഈ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻസിൽ വാർ നിൽക്കുമ്പോഴത്തേക്കും ഈ ഒരു ടെസ്റ്റിമോണി എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്രിമിനൽ കേസിലൊക്കെ വിളിച്ചു വരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാലിശമായിട്ടുള്ള നടപടിക്രമമാണ്. അതിന് കുറച്ചുകൂടെ ടൈം ലൈൻ കൊടുക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ ജസ്റ്റിസ് സിസ്റ്റത്തിനെ നല്ല രീതിയിൽ എതിർത്ത് സംസാരിച്ചിരിക്കുകയാണ്. ഒരു ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരിക്കുന്നു പറഞ്ഞാൽ അറ്റോർണി ജനറൽ അവരെ ചോദ്യം ചെയ്യും. അതായത് ഡിഫൻസിന്റെ ഭാഗത്തുള്ള അറ്റോർണി ജനറൽ നെതന്യാഹുവിനെ ചോദ്യം ചെയ്യും. പിന്നെ അതിനെ തുടർന്ന് പുള്ളിക്ക് ക്രോസ് വിസ്താരം കൂടെ ഉണ്ടാവും. ഡിഫൻസ് ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള എന്തെങ്കിലും കോൺട്രാഡിക്ഷൻ വരുന്നെങ്കിൽ അതിനെ ക്രോസ് വിസ്താരം ചെയ്യാനുള്ള അവസരം കൂടെ ഉണ്ടായിരിക്കും. അതായത് വീക്ക്ലി 3 ദിവസം വെച്ച് ഒരു ദിവസം 6 മണിക്കൂർ വെച്ച് സ്പെൻഡ് ചെയ്യാനാണ് ആ ഒരു കോർട്ടിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പൊ ഇതില് ബെഞ്ചമിൻ നെതന്യാഹുവിന് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള വിശ്വാസമുണ്ട്. പക്ഷെ ഇത് ഈ ഒരു ജസ്റ്റിസിന്റെ ഭാഗത്താണ്, ഈ ജഡ്ജിന്റെ ഭാഗത്താണല്ലോ ഈ തീരുമാനം ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ ഈ രാജ്യം ഇങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് നിൽക്കുന്ന ഒരു സമയത്ത്, അതായത് ഒരു യുദ്ധത്തില് ഒരു 80% വിജയിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം, ബന്ദികളെ വിട്ടുകിട്ടുക എന്നുള്ളത് മാത്രമാണ് ഇനി ഇസ്രായേലിന്റെ കയ്യിലുള്ള ടാസ്ക് ആയിട്ടുള്ളത്. ബാക്കി എല്ലാ മേഖലയിലും അതായത് ഇസ്രായേലിന്റെ ഒപ്പോണന്റ് ആയിട്ടുള്ള ആൾക്കാർ ഒന്നും തന്നെ ഇപ്പൊ നിലനിൽക്കുന്നില്ല എന്നുള്ള അവസ്ഥയാണ്. ഇനി ആകെ കൂടെ ഉള്ളത് ലോങ് ഷോട്ടിലുള്ളത് ഈ ഹൂത്തീസ് ആണ്. ഹൂത്തികൾക്കെതിരെ അവരൊരു ടാർഗറ്റ് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അവരെ കൃത്യമായ ടൈമിൽ ഇതിനെ അറ്റാക്ക് ചെയ്യും എന്നുള്ളതാണ്. ഇന്നലെ ഹൂത്തീസ് ഒരു ഡ്രോൺ ഇസ്രായേലിന്റെ മേളിൽ വിട്ടിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും ഷൂട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം ലൈൻ കുറെ ഡിലേ ആയതുകൊണ്ട് തന്നെ അതൊരു ബിൽഡിങ്ങിന്റെ മേളിൽ വീണിട്ട് അത് പൊട്ടിത്തെറിക്കാണ് ഉണ്ടായത്. അപ്പൊ അങ്ങനെ ബിൽഡിങ്ങിന് കുറച്ച് ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. ആ ബിൽഡിങ്ങിന്റെ ടെറസിലാണ് അത് വീണത്. എൻറ്റയർ ബിൽഡിംഗ് കൊലാപ്സ് ആയിട്ടില്ല. പക്ഷെ വേറെ ആൾക്കാർക്ക് വേറെ അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇസ്രായേലിന്റെ ഭാഗത്ത് മൊത്തത്തിൽ 6 സോൾജേഴ്സ് ഇന്നലെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 2 സോൾജേഴ്സ് നോർത്തേൺ ഗാസ ഭാഗത്തുമാണ് ഈ ഒരു കാഷ്വാലിറ്റി സംഭവിച്ചിരിക്കുന്നത്. ഈ നോർത്തേൺ ഗാസ ഭാഗത്ത് ഇതേപോലെ ഈ ജബാലിയ ഭാഗത്തുള്ള ഫൈറ്റിങ്ങിനിടെ അവിടെ എപ്പോഴും കുറെ തീവ്രവാദികൾ തമ്പടിച്ചിരിപ്പുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ഇവര് ആരാണ് ഏതാണെന്ന് കണ്ടെത്താത്ത രീതിയിലാണ് ഈ ആൾക്കാർ അവിടെ ഒളിച്ചിരിക്കുന്നത്. ഈ സിവിലിയൻസിന്റെ കൂടെ തന്നെയാണ് ഇവർ ഒളിച്ചിരിക്കുന്നത്. ഇതുകൊണ്ടാണ് സിവിലിയൻസിനെ അടിച്ചിടേണ്ട അവസ്ഥ വരുന്നത്. അപ്പൊ ആ രീതിയിലുള്ള ഒരു അറ്റാക്ക് നടന്നു. അങ്ങനെ 2 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതേപോലെ ലെബനാന്റെ ഭാഗത്ത്, അതായത് ഒരു കേവിലാണ്, ഈ ഹിസ്ബുള്ളയുടെ കേവിന്റെ ഉള്ളിൽ കയറി പോകുമ്പോഴത്തേക്കാണ് അവിടെ ഒരു അറ്റാക്ക് ഉണ്ടായതായിട്ട് പറയപ്പെടുന്നത്. ഇസ്രായേലിന്റെ ഭാഗത്ത് ഒരു ആക്സിഡന്റ് ആയിട്ടാണ് കരുതുന്നത്. പക്ഷേ ഹിസ്ബുള്ള അതിനെ ഹിസ്ബുള്ളയുടെ അറ്റാക്ക് ആയിട്ടാണ് ക്ലെയിം ചെയ്യുന്നത്. 6 സോൾജേഴ്സ് ഓവറാൾ ഇസ്രായേലിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. സിറിയൻ റെഫ്യൂജീസ് ആയിട്ടുള്ള ആൾക്കാർ മൊത്തം തുർക്കി, ലെബനാൻ ഭാഗത്ത് നിന്നൊക്കെ ഉള്ള ആൾക്കാർ മൊത്തത്തിൽ ഈ ട്രാഫിക് ഉണ്ടോ, ഈ ട്രാഫിക് ശരിക്കും സിറിയയിലോട്ട് നടക്കുന്ന ഒരു ട്രാവലാണ്. ആ റിഫ്യൂജികളായിട്ട് ഈ കഴിഞ്ഞ 10-14 വർഷം സിറിയയിൽ നിന്ന് മാറി നിന്ന ആൾക്കാർ മൊത്തം അവരുടെ സ്വന്തം നാട് കാണാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹത്തിൽ ഇത്രമാത്രം തിരക്കോട് കൂടിയാണ് ആ സിറിയയിലോട്ട് മൊത്തത്തിൽ യാത്ര ചെയ്ത് പോകുന്നത്. ഹമാസ് ഇന്ന് ഈ ഒരു ഹോസ്റ്റേജസിന്റെ ലിസ്റ്റ് കൈമാറിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് വെച്ചിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റ് കൈമാറുക എല്ലാം ഓക്കെയാണ്. ഈ ഒരു ഡീൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിച്ചത്, ആദ്യത്തെ ഫേസിൽ ചെയ്യേണ്ടത് നിർണായകമായിട്ടുള്ള ചില ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യണം, നിർണായകമായിട്ടുള്ള ചില ബന്ദികളെ റിലീസ് ചെയ്യണം. അതിൽ മാൻഡേറ്ററി ആയിട്ട് US സിറ്റിസൺസ് ആരൊക്കെ ഉണ്ടോ അവരെ റിലീസ് ചെയ്യണം എന്നുള്ളതാണ് ആദ്യത്തെ കണ്ടീഷൻ. അത് കൂടാതെ പിന്നെ ഈ വയോധികർ, സ്ത്രീകൾ, അതേപോലെ തന്നെ അസുഖബാധിതർ, ഈ രീതിയിലുള്ള ആൾക്കാരെയാണ് കാറ്റഗറി വൈസ് ആദ്യമായിട്ട് റിലീസ് ചെയ്യേണ്ടത്. അപ്പൊ ആ രീതിയിലാണ് ഇതിന്റെ ഡെവലപ്മെന്റ്സ് മുന്നോട്ട് പോയിരിക്കുന്നത്. ഖത്താർ വളരെ എഫക്റ്റീവായിട്ട് തന്നെ ഇതിന്റെ പുറകിൽ തന്നെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഹോസ്റ്റേജ് ഡീല്, അതായത് ഈ ഒരു ബന്ദികളെ റിലീസ് ചെയ്യുന്ന ഒരു ഡീല് യാഥാർത്ഥ്യമാവും എന്നാണ് പറയുന്നത്. പക്ഷേ ഇസ്രായേലിന്റെ ഭാഗത്ത് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് വെടിനിർത്തൽ കരാറൊക്കെ ആവാം, പക്ഷെ യുദ്ധം അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഗാസയിൽ ഉണ്ടാകാൻ പോകുന്ന ഡീലിന്റെ പൂർണ്ണ രൂപം വെളിയിൽ വന്നിട്ടില്ല. അതിന്റെ പ്രാഥമിക നടപടി മുന്നോട്ട് പോകണമെങ്കിൽ തന്നെ ഹോസ്റ്റേജിന്റെ നിർണായകമായിട്ടുള്ള നമ്പർ ഓഫ് ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഹമാസ് കാണിക്കുന്ന കലാപരിപാടികളായിട്ടുള്ള ഈ ഒരു തുരങ്കം നിർമ്മിക്കുക, അതേപോലെ ഈ റോക്കറ്റ് ഉണ്ടാക്കി ഇങ്ങോട്ട് അയക്കുക,
ഇമാതിരിയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഇസ്രയേൽ ഏത് നിമിഷവും അറ്റാക്ക് തുടരും തന്നെയാണ്. ആ ഒരു ക്ലോസ് വെച്ചുകൊണ്ടാണ് ഈ ഒരു ഡീല് മുന്നോട്ട് പോകുക എന്നുള്ളത്. സിറിയൻ റെഫ്യൂജീസ് ആയിട്ട് യൂറോപ്പിൽ താമസിക്കുന്ന ആൾക്കാർ, അവിടെ ഓൾറെഡി നാഷണാലിറ്റി മേടിച്ച ആൾക്കാരുണ്ട്, അതേപോലെ തന്നെ നാഷണാലിറ്റി കിട്ടാത്ത ആൾക്കാരുണ്ട്. ഇതേപോലെ സിറിയയിലേക്ക് മടങ്ങി വരാൻ വേണ്ടി അവിടെ താമസിക്കുന്ന ആൾക്കാരുണ്ട്, യൂറോപ്യൻ കൾച്ചറുമായിട്ട് ഒത്തുപോകാൻ പറ്റാതെ അവിടെ താമസിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇവരില് യൂറോപ്പിലൊക്കെ എന്തെങ്കിലും ഒരു പ്രകടനങ്ങളോ ഒരു ആഘോഷങ്ങളോ നടത്തണമെന്നുണ്ടെങ്കിൽ അവിടെ പെർമിഷൻ മേടിക്കേണ്ടതാണ്. അപ്പൊ ഗവൺമെന്റിന്റെ പെർമിഷൻ മേടിക്കാതെ തന്നെ ഈ പെട്ടെന്നുണ്ടായ ഈ ഒരു അസദിന്റെ റെജിം ചേഞ്ച്, ഇവിടെ സിറിയയിലുണ്ടായ ഒരു ഭരണമാറ്റം അവർക്ക് അവരുടെ ആഘോഷം അടക്കി നിർത്താൻ പറ്റിയില്ല. ആ രീതിയിൽ പെർമിഷൻ മേടിക്കുന്നതിന് മുമ്പ് തന്നെയാണ് അവർ ആഘോഷം യൂറോപ്പ് നഗരം ഒട്ടാകെ സംഘടിപ്പിച്ചത്. ഇറാന്റെ പുതിയ അടവ്, ഇറാൻ പുതിയ അടവുമായിട്ട് വന്നിരിക്കുകയാണ്. പുതിയ അടവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പുതിയതായിട്ട് ചേഞ്ച് ചെയ്ത് വന്നിരിക്കുന്ന ആ ഒരു പുതിയ ഗവൺമെന്റ് ഈ ഒരു വിമതരുടെ ഗവൺമെന്റുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയും കോൺടാക്ട് ചെയ്തു എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കോൺടാക്ട് ചെയ്ത് അവർക്ക് ഗവൺമെന്റ് ടു ഗവൺമെന്റ് റിലേഷൻഷിപ്പിലോട്ട് താല്പര്യം ഉണ്ടെന്നുള്ള ഒരു എന്ത് ബാലിശമായിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ. ഇവര് തന്നെയാണ് അവരെ അടിച്ചു ഓട്ടിച്ചത് അവിടെ. അതായത് ഈ ഒരു വിമതരുടെ ഗ്രൂപ്പിനെ പേടിച്ചിട്ടാണ് ഇറാൻ അവരുടെ ബറ്റാലിയൻസും ആർമി സകല സ്ഥാപന ചങ്ക വസ്തുക്കളെല്ലാം എടുത്തോണ്ട് ഓടിയിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടില്ല, അതിനു മുമ്പേ വിളിച്ചിട്ട് ഞങ്ങൾക്ക് നിങ്ങളോട് റിലേഷൻഷിപ്പ് വെക്കാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞ ഇതൊക്കെ എന്ത് തരത്തിലുള്ള ഡിപ്ലോമസി ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇസ്രായേൽ ആർമി ഒരു ന്യൂ ബറ്റാലിയനെ രൂപീകരിച്ചിട്ടുണ്ട്. അതായത് ന്യൂ ഈസ്റ്റ് എന്നാണ് വിളിക്കപ്പെടുന്നത്. അതായത് ഈ പുതിയതായിട്ട് പിടിച്ചെടുത്ത ഹെർമോൺ മൗണ്ടൻ, ആ ഹെർമോൺ മലനിരകളുടെ ഭാഗത്ത് ന്യൂ ഈസ്റ്റ് എന്ന് പറഞ്ഞുള്ള പേരിൽ IDF-ന്റെ ബറ്റാലിയനെ അവിടെ പെർമനന്റ് സെക്യൂരിറ്റി വിങ്ങിനെ അവിടെ ഏർപ്പെടുത്തിയിരിക്കുകയാണെന്നുള്ളതാണ്. അതായത് ഇനി അതാണ് ഇസ്രായേലിന്റെ ബോർഡർ, അത്രേ ഉള്ളൂ. അതായത് ഇസ്രായേലിന്റെ ഭൂപടം വരയ്ക്കുമ്പോഴത്തേക്കും ഇനി ഇതും കൂടെ ചേർത്തിട്ടായിരിക്കും വരയ്ക്കുക. സൗദിയിലെ ഈ പുതിയ ഈ മുഹമ്മദ് ബിൻ സൽമാൻ, അതായത് MBS അത്ര വലിയ പ്രശ്നമൊന്നുമില്ല ഇസ്രായേലുമായിട്ട്. പക്ഷേ അവിടെ കുറച്ച് പഴഞ്ചൻ ആൾക്കാരുണ്ട്, അവർ കുറച്ചുകൂടെ ഓർത്തഡോക്സ് ആണ്. അപ്പൊ അവർ ഇസ്രായേലിനെ കുറിച്ച് വളരെ കണ്ടംപ്റ്റ് ചെയ്ത് ഒരു പ്രതിഷേധമാണ് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ജനസൈഡ് നിർത്തണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ട്രംപിനെ വെൽക്കം ചെയ്തുകൊണ്ട് സംസാരിച്ചിരിക്കുകയാണ്. അതായത് പുള്ളിയുടെ വരവോടുകൂടി ഈ ഒരു ഇസ്രായേലിന്റെ ഈ ഒരു അട്രോസിറ്റി ഗാസയിൽ നിർത്തിത്തരണം എന്നുള്ള രീതിയിലുള്ള റിക്വസ്റ്റുമായിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. പുള്ളിയുടെ പേര് തുർക്കി അൽ ഫൈസൽ എന്നാണ്. ഇത് ഒരു സീനിയർ മോസ്റ്റ് പേഴ്സൺ ആണ്. അതായത് ഈ ഒരു MBS-ന്റെ ഭരണകൂടത്തിൽ തന്നെയുള്ള ഒരു സീനിയർ മോസ്റ്റ് പേഴ്സൺ ആണ് ഈ ഒരു വാർത്ത പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതിന് തീർച്ചയായിട്ടും ബാക്കിയുള്ള ആൾക്കാരുടെയൊക്കെ മൗനസമ്മതം ഇതിനകത്ത് ഉണ്ടെന്നുള്ളതാണ്. അവർ ഗാസയിൽ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു സീസ് ഫയർ വേണം എന്നുള്ള നിർബന്ധ ബുദ്ധി സൗദി കാണിക്കുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ട്രംപിന്റെ ഈ ഒരു ടാക്സ് ഉയർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ചൈനയുടെ ടാക്സ് ഉയർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ചില സംസാരങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. അതായത് ഇന്ത്യൻ മിനിസ്ട്രി ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഒന്ന് ഡീറ്റെയിൽഡ് സ്റ്റഡി ചെയ്തുകൊണ്ട് അത് എങ്ങനെയാണ് ചൈനയെ നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് മാറ്റാം എന്നുള്ള നിലയിലുള്ള ഡിസ്കഷൻ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മളിപ്പം റഷ്യയുമായിട്ട് എങ്ങനെയാണോ ഓയിൽ വാങ്ങിച്ച ഒരു വിൽപ്പന നടത്തുന്നത്, അതേ രീതിയിൽ ചൈനയെ ഉപയോഗിക്കാനുള്ള ഒരു ചെറിയ കുരുട്ട് ബുദ്ധി ഇന്ത്യ അണിയറയിൽ ഒരുക്കുന്നുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള ഒരു ബിസിനസ് ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ അടുത്ത് നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇന്ത്യ വളരെ ഓപ്പൺ ആയിട്ട് തന്നെ ബ്രിക്സിന്റെ കറൻസിയിൽ നിന്നും പുറത്തു വന്നിരിക്കുകയാണെന്നുള്ളതാണ്. ഇന്ത്യ ബ്രിക്സ് കറൻസിയിൽ ജോയിൻ ചെയ്യുന്നില്ല. അത് US-ന്റെ അനാലിസിസ് ഒരുപാട് വിദഗ്ധരുടെ അഭിപ്രായം കൂടെ തേടിയിട്ടുണ്ടാണ്. US-ൽ ഇന്ത്യൻ ഡയസ്പൊറയിൽ ഉണ്ടായ ഡിസ്കഷനിൽ ഉരുത്തിരിഞ്ഞു വന്നതാണ് ഈ ഒരു വിഷയം. US-ൽ നിന്നും അമേരിക്കയിൽ നിന്നും ഒരുപാട് ഇൻവെസ്റ്റ്മെന്റുകൾ ഇന്ത്യക്ക് വരണം എന്നുണ്ടെങ്കിൽ ഇന്ത്യ ഇങ്ങനെ ഡോളറിനെതിരെ പോയി കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. ഇന്ത്യയുടെ GDP നമുക്കെല്ലാം അറിയുന്ന പോലെ 4 ട്രില്യൺ ഇതുവരെ റീച്ച് ആയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ആ സ്ഥിതിയിൽ നിൽക്കുന്ന ഇന്ത്യക്ക് ഇങ്ങനെ ഒരു ഡീഡോളറൈസേഷനിൽ പോകുന്നതോട് അത്ര വലിയ യോജിപ്പുണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഇന്ത്യൻ എക്കണോമി ഇനി വളരേണ്ടതുണ്ട്. ഒരുപാട് ഇൻവെസ്റ്റ്മെന്റുകൾ നമുക്ക് പല രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് യൂറോപ്പ്, അമേരിക്ക പോലത്തെ രാജ്യങ്ങളിൽ നിന്ന് വരേണ്ടതുണ്ട്. അതുപോലെ ഇപ്പൊ പൊട്ടിപ്പാളിസായി കിടക്കുന്ന റഷ്യയുടെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ഈ ബിലോ പോവർട്ടി ലൈനിലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്സ് ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ആ രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് ഇന്ത്യ എടുത്തിരിക്കുന്ന ഒരു ഡിസിഷൻ വളരെ നല്ലതാണ്. ഇന്ത്യ അണിയറയിൽ എടുത്തിരിക്കുന്ന തീരുമാനമാണ്. അപ്പൊ ഇത് വൈകാതെ തന്നെ ഇന്ത്യ ഓപ്പൺ ആയിട്ട് ഡിക്ലെയർ ചെയ്യും. UK-യുടെ റോൾസ് റോയ്സ് കമ്പനി ഇന്ത്യയുമായിട്ട് ഒരു ഡീലിന് സംസാരിച്ചിരിക്കുകയാണ്. 2+2 മീറ്റിംഗ് ആണ് നടന്നത്. അതായത് അവര് 6th ജനറേഷൻ ഫ്ലൈറ്റ് എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനുഫാക്ചറിങ് ചെയ്യാം, ഇന്ത്യയുമായിട്ട് താല്പര്യമുണ്ടെന്നുള്ള രീതിയിലാണ് ഒരു പ്രപ്പോസൽ വെച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ അത് ഏത് രീതിയിൽ അത് ഡെവലപ്പായി വരും എന്നറിയത്തില്ല. കാരണം ഇത് ഫ്രാൻസ് നമുക്ക് ഫ്ലൈറ്റിന് വേണ്ടിയിട്ടുള്ള എഞ്ചിൻ തരാമെന്നുള്ളത്, ടെക്നോളജി തരാമെന്നുള്ള രീതിയിലുള്ള പ്രപ്പോസലൊക്കെ കഴിഞ്ഞ ആഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ കൗണ്ടർ ചെയ്യുന്ന രീതിയിൽ ഇൻക്ലൂഡിംഗ് 6th ജെൻ ടെക്നോളജിയോടുകൂടി ഞങ്ങൾ തരാമെന്നാണ് റോൾസ് റോയ്സ് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇത് രണ്ടും 2 കാറ്റഗറിയിലുള്ള എഞ്ചിൻസ് ആണ്. അപ്പൊ ഇതിന്റെ തീരുമാനം DRDO ഡിഫൻസ് വിങ് ആണ് ഇതിനെക്കുറിച്ച് എടുക്കേണ്ടത്. അപ്പൊ എന്തായാലും ഇത് ജസ്റ്റ് ഓൺഗോയിങ്ങിൽ ഇരിക്കുന്ന ഒരു പ്രോജക്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ കൺഫേം ആയിട്ടുള്ള ഡിസിഷൻ ഇതുവരെ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ റഷ്യയിൽ നിന്നും നമ്മൾ 4 ബില്യന് വേണ്ടിയിട്ടുള്ള ഒരു കരാർ ഒപ്പിട്ടിട്ടുണ്ട്. ഒരു റഡാർ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള കരാറാണ്. ഈ റഡാർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 6000 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്ന ഒരു റഡാറാണ്. ഈ റഡാർ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല തരത്തിലുള്ള മിസൈലുകൾ, ലോവർ ഓർബിറ്റ്, ഹയർ ഓർബിറ്റ്, പല റേഞ്ചിലുള്ള, പല കിലോമീറ്റർ വ്യത്യാസത്തിലുള്ള 6000 കിലോമീറ്റർ റേഞ്ചിലുള്ള
കംപ്ലീറ്റ് ഒബ്ജക്ട്സും നമുക്ക് റഡാറിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു മാസീവ് ആയിട്ടുള്ള റഡാർ പ്രോജക്റ്റ് ആണ്. ഈ പ്രോജക്ട് വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഇത് നല്ല രീതിയിലുള്ള ഒരു മുതൽക്കൂട്ടാവുന്നുള്ളതിൽ യാതൊരു സംശയമില്ല എന്നുള്ളതാണ്. ബംഗ്ലാദേശിൽ US കോൺഗ്രസ്മാൻ വിക്രം മിശ്രി പോയി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ മൈനോറിറ്റിയുടെ അമ്പലങ്ങൾ നശിപ്പിക്കുന്നതിനോട് വലിയ യോജിപ്പില്ല, അതേപോലെ മൈനോറിറ്റിയുടെ മേലുള്ള അറ്റാക്സ് ഒക്കെ കുറയ്ക്കണം എന്നുള്ള രീതിയിൽ, കുറയ്ക്കണം എന്നല്ല പൂർണ്ണമായിട്ട് ഒഴിവാക്കണം എന്നാണ് പുള്ളി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതിൽ ഇന്ത്യക്ക് ഇതിൽ മ്യൂച്വൽ ആയിട്ട് താല്പര്യമുണ്ട്, നിങ്ങൾ ആ രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ മാത്രമേ ഇന്ത്യയുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റൂ എന്നുള്ള നിലയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പുള്ളി കൊടുത്തിരിക്കുന്നത്. തൗഹീദ് ഹുസൈൻ ആണ് ഇതിന്റെ കൗണ്ടർ പാർട്ട് സംസാരിച്ചത്. പുള്ളിയുടെ സ്റ്റേറ്റ്മെന്റിലും ഇത് തന്നെയാണ് പറഞ്ഞത്, നമ്മൾ മൈനോറിറ്റി അട്രോസിറ്റീസ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പുള്ളിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. പൊതുവിൽ മീഡിയയിൽ വരുന്ന വിഷയങ്ങളിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു രീതിയിലുള്ള ഡെവലപ്മെന്റ്സും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കൊൽക്കത്ത മേഖലയിൽ നിന്നും ബംഗ്ലാദേശുമായിട്ടുള്ള ട്രേഡ് നല്ല രീതിയിൽ ഹാൾട്ട് ആയിട്ടുണ്ട്. അതായത് കൊൽക്കത്ത മേഖലയിൽ ട്രേഡ് നല്ല രീതിയിൽ അഫക്ട് ചെയ്തിട്ടുണ്ട്, ബാധിക്കപ്പെട്ടിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ട്രേഡ് നടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് കൊൽക്കത്ത, ഈ ഒരു ബംഗ്ലാദേശ് ആ ഒരു ബോർഡർ ഏരിയ. അപ്പൊ അത് നല്ല രീതിയിലുള്ള ഒരു എക്കണോമിക് ക്രൈസിസ് കൊൽക്കത്ത സിറ്റിയിൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പാകിസ്ഥാനിൽ വരുന്ന വാർത്ത, PCB പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ്, നഖ്വിയാണ് അതിന്റെ ചീഫായിട്ടുള്ള വ്യക്തി. പുള്ളി പറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ ഇന്ത്യ അവിടെ ഒരു ചാമ്പ്യൻഷിപ്പ് ട്രോഫിക്ക് വേണ്ടിയിട്ട് കളിക്കാൻ പോകേണ്ടതുണ്ട്. ഏഷ്യ കപ്പിന്റെ ചാമ്പ്യൻസ് ട്രോഫിക്ക് വേണ്ടിയിട്ട് അവിടെ ഇത്തവണത്തെ ഹോസ്റ്റ് പാകിസ്ഥാനാണ്. അപ്പൊ പാകിസ്ഥാൻ അതിൽ ഇന്ത്യ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പാകിസ്ഥാനിൽ പോയി കളിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വ്യക്തമായിട്ടുള്ള കാരണം അറിയാലോ, തുടരെ നടക്കുന്ന തീവ്രവാദ ആക്രമണങ്ങളാണ്. അപ്പൊ അത് പണ്ടേ നമ്മുടെ നിലപാട് അങ്ങനെ തന്നെയാണ്. സെൻട്രൽ ഗവൺമെന്റ് ഒരു രീതിയിലുള്ള റിലേഷൻഷിപ്പും പാകിസ്ഥാനുമായിട്ട് വെച്ചിട്ടില്ല. അപ്പൊ ഇതിനെ ചൊല്ലി അവിടെ നഖ്വിയും, അതായത് PCBയുടെ നഖ്വിയും അതേപോലെ അവരുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഷഹബാസ് ഷെരീഫും തമ്മിൽ ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള ദുബായിൽ അതിന്റെ ഡിസ്കഷൻ നടക്കേണ്ടായി. ആ ഡിസ്കഷനിൽ അവർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ പിന്നെ ICC പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് പാർഷ്യലി, അതായത് ഇന്ത്യയുമായിട്ട് നടക്കുന്ന മാച്ചിൽ ദുബായിലോ അതായത് ഔട്ട് ഓഫ് പാകിസ്ഥാനിൽ വെച്ച് കണ്ടക്ട് ചെയ്യാം. അതേസമയം മ്യൂച്വലി രണ്ടുപേർക്ക് എവിടെയാണോ ഓക്കെ അവിടെ വെച്ച് കണ്ടക്ട് ചെയ്യാം. ബാക്കിയുള്ള മാച്ചുകളെല്ലാം പാകിസ്ഥാനിൽ ആരാണോ അവിടെ ഏതൊക്കെ ടീമുകളാണോ പാകിസ്ഥാനിൽ വരുന്നത് ആ രീതിയിൽ മാച്ച് അവിടെ തുടരാന്നുള്ളത് ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫുൾ മാച്ച്, എൻറ്റയർ മാച്ച് ദുബായിൽ കണ്ടക്ട് ചെയ്യാന്നുള്ളതാണ്. ആ സീരീസിലുള്ള എല്ലാ മാച്ചുകളും ദുബായിൽ കണ്ടക്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇതിന് പാകിസ്ഥാന്റെ സൈഡിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ ഞങ്ങളുടെ ജനങ്ങൾ, അതായത് ഇവിടുത്തെ സാധാരണക്കാർ, ഇപ്പൊ എത്ര പേര് ദുബായിൽ വന്ന് കളിയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു കളി വെക്കാന്ന് പറഞ്ഞാൽ ഇത് മണിയുടെ മാത്രം, പൈസയുടെ മാത്രം കാര്യമല്ല, ഇത് ജനങ്ങളാണ്. ക്രിക്കറ്റ് പ്രേമികളായിട്ടുള്ള ഒരുപാട് ആൾക്കാർ, ആരാധകരുള്ള ഒരു നാടാണ് പാകിസ്ഥാൻ. അപ്പൊ അവർക്കും കൂടെ ഈ ഒരു കളി കാണാനുള്ള അവസരം നഷ്ടപ്പെടുകയാണ്. ഇത് വർഷങ്ങളായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് പാകിസ്ഥാന്റെ പരാതി. അപ്പൊ ആ സമയത്ത് പാകിസ്ഥാൻ എടുത്തിരിക്കുന്ന തീരുമാനം പറഞ്ഞാൽ ഇത്തവണ ഇന്ത്യ വന്ന് കളിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി ഒരു കാലത്തും ഇന്ത്യയിലേക്ക് ഒരു ടൂർണമെന്റിനും പങ്കെടുക്കാൻ പോകില്ല എന്നുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് തൽക്കാലമായിട്ട് പാകിസ്ഥാനിൽ പല ഗവൺമെന്റുകൾ മാറി വരുമ്പോഴത്തേക്കും ഇതിന്റെ തീരുമാനത്തിൽ അപ്പോഴപ്പോഴും മാറ്റങ്ങൾ വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ അതിനെ വലിയ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. ഇന്ത്യ എടുക്കുന്ന നിലപാടിൽ വളരെ ഉറച്ചു നിൽക്കുകയാണ്. പാകിസ്ഥാനിൽ പോയി ടൂർണമെന്റ് പങ്കെടുക്കില്ല എന്നുള്ളതാണ്. ഇന്ത്യ പങ്കെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ICCക്ക് വലിയ നഷ്ടമാണത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ICC ഒരു തീരുമാനം എടുക്കും. ICC തന്നെയാണ് ഇതിന്റെ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്. കാരണം BCCI ആണ് ICCയുടെ ഈ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കറാണ് BCCI, അതായത് ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ്. അപ്പൊ അവരെടുക്കുന്ന തീരുമാനമാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ ICC ആയാലും BCCI ആയാലും അവരെടുക്കുന്ന തീരുമാനം എന്ന് പറഞ്ഞാൽ എന്റെ ഇന്ത്യയുമായിട്ടുള്ള മത്സരം എയ്തർ ദുബായിൽ മാറ്റിവെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എൻറ്റയർ ടൂർണമെന്റ് തന്നെ ദുബായിൽ മാറ്റുക എന്നുള്ളതാണ്. ഇതിൽ രണ്ടിലും ഒന്ന് എന്തായാലും നടക്കും. പിന്നെ ഒരു ബംഗ്ലാദേശ് ആർമി, ഒരു എക്സ് ആർമി പേഴ്സൺ, അയാളൊരു കോമഡി ആണോ എന്ന് അറിയത്തില്ല, പക്ഷെ ഇത് ന്യൂസിൽ തന്നെ വളരെ ഡൊമൈനിൽ പബ്ലിഷ് ആയി വന്നിരിക്കുന്ന വിഷയമാണ്. അയാൾ പറഞ്ഞിരിക്കുന്നത് 4 ദിവസം കൊണ്ട് ഇന്ത്യയിലെ കൊൽക്കത്ത അതേപോലെ അസാം റൈഫിൾസ് രണ്ടും ഞാൻ കൈക്കലാക്കും, എനിക്ക് അത്രയും കപ്പാസിറ്റി ഉണ്ട്, എനിക്ക് 5100 ബറ്റാലിയൻസിനെ തന്നാൽ മതി എന്ന് ബംഗ്ലാദേശ് എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. ബംഗ്ലാദേശ് ഗവൺമെന്റ് എടുത്ത് പുള്ളി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇയാള് കോമഡി, ഇയാള് തമാശയ്ക്ക് പറഞ്ഞാണോ നമുക്കറിയത്തില്ല, പക്ഷെ ഇത് പ്രൊവോക്കിംഗ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ഇന്ത്യൻ ഗവൺമെന്റ് എടുത്തിരിക്കുന്നത്. ഇന്ത്യ അതിനെ വളരെ സീരിയസ് ആയിട്ട് എടുത്തിരിക്കുകയാണ്. ഇതില് കൃത്യമായിട്ട് ഇങ്ങനത്തെ ഒരു ഈ എക്സ് സർവീസ് പീപ്പിൾ ആയിട്ടുള്ള ആൾക്കാരുടെ വായൊക്കെ മൂടിക്കെട്ടി വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ചില അബദ്ധങ്ങളൊക്കെ അവർ വിളിച്ചു പറയും. ഇത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. അതും പോയിട്ട് ഇതിനെ ഇന്ത്യയെ കളിയാക്കുന്നതിന്, മോക്കിംഗ് ചെയ്യുന്നതിന് തുല്യമായിട്ടാണ് ഇത് കരുതപ്പെടുന്നത്. പിന്നെ ഈ വാർത്ത കലീസ് ടൈംസിൽ വന്നിരിക്കുന്നതാണ്. ലോട്ടറി ഗാംബ്ലിംഗ്, അതായത് UAE പരക്കെ ലോട്ടറി ഗാംബ്ലിംഗ് നടക്കുന്നുണ്ട്. അപ്പൊ നാട്ടിൽ നിന്ന് ആൾക്കാർ, ഒരുപാട് ആൾക്കാർ ഈ പണ്ടായാലും എപ്പോഴായാലും ഏത് കാലഘട്ടത്തും ഈ ദുബായിലെ ബിഗ് ടിക്കറ്റ് പോലത്തെ ലോട്ടറികൾ പർച്ചേസ് ചെയ്യാൻ വളരെ താല്പര്യമുള്ള ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ. അപ്പൊ അതുപോലത്തെ ആൾക്കാർക്ക് ഒരു അലേർട്ടാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഒരു ലോട്ടറി പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് കൃത്യമായി ഡീറ്റെയിലുകളൊക്കെ വെരിഫൈ ചെയ്തുകൊണ്ട് പർച്ചേസ് ചെയ്യുക. കാരണം ദുബായിൽ ഒരുപാട് ലോട്ടറി ഗാംബ്ലിങ്സ് ഈ UAE ഭാഗങ്ങളിൽ നടക്കുന്നുണ്ടെന്നുള്ളതാണ് അവരുടെ മാധ്യമത്തിൽ തന്നെ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ നേവിയും കൊച്ചിൻ ഷിപ്പ്യാർഡും കൂടെ ചേർന്നിട്ട് INS വിക്രാന്ത്, അതായത് കഴിഞ്ഞ 2022 സെപ്റ്റംബറിൽ INS വിക്രാന്ത് പറഞ്ഞിട്ട് 75% ഇൻഡിജിനിയസ് ആയിട്ട് ഉത്പാദിപ്പിക്കപ്പെട്ട ഒരു INS വിക്രാന്ത് എന്ന് പറഞ്ഞ ഒരു എയർക്രാഫ്റ്റ് കരിയർ കമ്മീഷൻ ചെയ്യുണ്ടായി.
അപ്പൊ അതിപ്പോ എന്തായാലും നല്ല രീതിയിൽ തന്നെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അടുത്ത ഒരു പദ്ധതി തയ്യാറെടുത്തിട്ടിരിക്കുകയാണ്. അടുത്തൊരു പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇതേപോലെ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ തന്നെയാണ് അതിന്റെ മാനുഫാക്ചറിങ് നടക്കുന്നത്. ഇതില് MiG-29 പിന്നെ LCA എയർക്രാഫ്റ്റുകളെ വഹിക്കാൻ ശേഷിയുള്ള തരത്തിലുള്ള ഒരു എയർക്രാഫ്റ്റ് കാരിയർ ഇത് അണ്ടർ കൺസ്ട്രക്ഷനിൽ ഇരിക്കുകയാണ്. ഇത് 85 മുതൽ 90% ഇൻഡിജിനിയസ് ആയിട്ടുള്ള പ്രോഡക്ട്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കാനാണ് കൊച്ചിൻ ഷിപ്പ്യാർഡും അതേപോലെ INS കൂടെ ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നത്. വിയറ്റ്നാമിൽ ടൈഫൂൺ യാഹി ചുഴലിക്കാറ്റ് നല്ല രീതിയിൽ ശക്തമായി ആഞ്ഞടിക്കുകയാണ്. അതിൽ നാച്ചുറൽ ഡിസാസ്റ്റർ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. 59 പേര് മരണപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് വീടുകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ പറ്റുന്നത്. സമഗ്രമായ ഒരു അപ്ഡേറ്റ് ഇന്നലെ രാത്രി സംഭവിച്ചതിനെ കുറിച്ച് തന്നിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.